കാണിക്കുന്നത് 2 എന്ന് പറയുന്ന ഓപ്ഷൻ. 2 എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്ന ഓപ്ഷൻ പിന്നെയും ഓപ്ഷൻ അതിൽ 1 ഉണ്ട് 2 ഉണ്ട്. ശ്രദ്ധിച്ചോ? ഈ 1 ഉം 2 ഉം വരുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ആ 1 വന്നിട്ടാണ് ഏത് എടുത്തത്, സൈഡ് പ്ലാന്റ് സെലക്ട് ചെയ്തത് അല്ലേ? പക്ഷെ നമുക്കിപ്പോ ഇതിൽ 2 തരത്തിലുള്ള സെലക്ഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ സാധാരണഗതിയിൽ വരയ്ക്കുന്ന അത് ഒരു ഷീറ്റിലായി, പിന്നെ സൈഡ് പ്ലാൻ വേറെ, സർവീസ് പ്ലാൻ വേറെ, ഇങ്ങനെ നമ്മൾ വരയ്ക്കാറുണ്ട്. അതല്ലാതെ കുറച്ച് വലിയ ഡ്രോയിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എലിവേഷനും സെക്ഷനും എലിവേഷനും ഫസ്റ്റ് ഫ്ലോറും ഒന്നിലാക്കി അല്ലെ, എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് കൊണ്ടൊക്കെ മാറ്റിയിട്ട്. പക്ഷെ അങ്ങനെ വരയ്ക്കാൻ ഇനി നമുക്ക് പറ്റില്ല. പകരം എന്ത് ചെയ്യാം, ഒന്ന് നേരത്തെ നമ്മൾ ഇപ്പൊ എല്ലാവരും വരച്ചു പോരുന്ന പോലെ വരയ്ക്കാം. ഓക്കെ, പിന്നെ വരയ്ക്കാൻ കഴിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എലിവേഷൻ, അതൊരു ഷീറ്റ്. ഇവിടെ നോക്കിയാൽ അറിയാം, 2 എന്ന് പറയുന്നതിലെ ഫസ്റ്റത്തെ ഓപ്ഷനിൽ എന്താ കാണിക്കുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ, ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ, സെക്കൻഡ് ഫ്ലോർ പ്ലാൻ, ഇങ്ങനെ ഓരോ ഷീറ്റിലാണ്, ഷീറ്റ് 4, 5 ഇങ്ങനെ വരുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ളത് ഇതേപോലെയുള്ള ഷീറ്റുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യേണ്ടത്, സാധാരണ ഒരു വീടിൻ്റെതാണല്ലോ നമ്മൾ എടുത്ത് വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഏതിലേക്ക് പോവാം? 2ലേക്ക് പോവാം അല്ലെ? ഇതിലെ 2ലെ ഓപ്ഷൻ 2 അപ്പൊ ഇതിലെന്തുണ്ട്? ഓപ്ഷൻ 2 സൈഡ് പ്ലാൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് നേരത്തെ ചെയ്തതുപോലെ മാച്ച് പ്രോപ്പ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഏത് മുകളിലുള്ള സൈഡ് പ്ലാനും രണ്ടും ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. ഇനി എന്തേ പ്രശ്നം ഇല്ലാതിരിക്കാം, ഒന്നും കൂടി എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ 2 എടുത്തിട്ട് ക്ലിക്ക് ചെയ്തു ചെയ്തോ? എല്ലാവരും ചെയ്തില്ലേ? എന്നിട്ട് നമ്മൾ അത് ഒന്നുകൂടി സെലക്ഷൻ ചെയ്യാം. സാധാരണ ഡിഫോൾട്ടിൽ ഇട്ട് ഒന്നുകൂടി സെലക്ട് ചെയ്താൽ എല്ലാതും ഇവിടെ, അതായത് ഈ ലെയറിൽ കണ്ടോ, അതായത് ഈ സൈഡ് പ്ലാൻ എന്ന് പറയുന്ന ഇതിലുള്ളത് മുഴുവൻ എന്തായിട്ടുണ്ട്, സൈഡ് പ്ലാൻ എന്ന് പറയുന്ന ആ ലെയറിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? റെഡിയല്ലേ? നമുക്ക് മുകളിൽ തകടം സൈഡ് പ്ലാൻ. അതായത് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് പ്രകാരം ഈ പറയുന്ന ഏരിയയിൽ ഒരു തുള്ളി പോലും എന്തില്ല, 0 ലെയറില്ല, ഉറപ്പല്ലേ? ഇതിലാണ് കിടക്കുന്നത്. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളതിന് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, 0 ലെയറിന് പുറത്താക്കി സിസ്റ്റം ഏതൊക്കെയാണോ പറയുന്നത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ കടമ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്തു. ഇപ്പൊ എന്തായി, സിസ്റ്റത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കും ഈ ഒരു ഏരിയയാണ് സൈഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അതാണ് ചെയ്തത്. ആ സൈഡ് പ്ലാനിൽ ഇതാണ് ഞങ്ങൾക്ക് പ്രിന്റ് ഔട്ട് വരേണ്ടത്. PDF-ലേക്കാണ്, അതായത് PDF ഡ്രോയിങ് ഇന്ന് തന്നെ എടുക്കുന്നത് കൊണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന PDF-ലേക്കാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ വരുന്നത് കേട്ടോ. ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. അപ്പൊ സൈഡ് പ്ലാൻ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ഷീറ്റ് എന്താ? സർവീസ് പ്ലാൻ ആണ്. സിമ്പിൾ. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ നോക്കുക, രണ്ടാമത്തെ ഓപ്ഷനിൽ കിടക്കുന്നു രണ്ടാമത്തെ ഷീറ്റ് 2 സർവീസ് പ്ലാൻ. അത് എന്ത് ചെയ്യാം, അത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ. ഇനി അതിന്റെ ഇടയ്ക്ക് ഞാനും ചിലത് വിട്ടുപോകുന്നുണ്ട്, ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. സോറി, ഒന്ന് ഇവിടെ വരാം, സൈഡ് പ്ലാനിലേക്ക് വരാം. സൈഡ് പ്ലാൻ ഇവിടെ നിങ്ങൾ ഒരു ഒഴിഞ്ഞ ബ്ലോക്ക് കണ്ട, ഒന്നുമില്ല അല്ലേ? അപ്പൊ ഇവിടെ എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഇതിന്റെ ഒരു സ്റ്റാമ്പിങ് വരും. എന്തൊക്കെയാണ് പ്ലാൻ അല്ല, പിന്നെ നമ്മുടെ കോഡ് കാര്യങ്ങളൊക്കെ വരട്ടെ. അതോടൊപ്പം ഏത് പാസ്സാക്കുമ്പോൾ ഒരു കോഡ് വരും. പിന്നെ J1 J2 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്തു വെക്കുമല്ലോ, അത് വേണ്ട, നമ്മൾ ചെയ്യണം, സിസ്റ്റം ചെയ്തോളൂ. മനസ്സിലായോ? അതിനു വേണ്ടി എന്ത് ചെയ്യണം, നമ്മളൊരു ഏരിയ ഒഴിച്ചു കൊടുക്കും. നമ്മളിവിടെ വേറെ എന്തെങ്കിലും പ്രിന്റ് ചെയ്താൽ എന്താ സംഭവിക്കാം, അതിന്റെ പേര് പ്രിന്റ് ചെയ്ത്, അപ്പോൾ അത് ആകെ വൃത്തിയാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ അവിടെ കൊടുക്കുന്നത്. സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ നിങ്ങളതിൽ എടുത്തു നോക്കിയാൽ കേട്ടോ, അത് വളരെ പ്രധാനമാണ്. ഞാനതൊന്ന് മിസ്സായി പോയതുകൊണ്ടാണ് ആദ്യം പറയുന്നത്. അതെന്താ വെച്ചാല് നമ്മൾ ഈ സ്റ്റൈല് മാത്രമേ നമ്മൾ എന്തിനു ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ എന്ത് ചെയ്യാം, മറ്റുള്ള ഏത് സ്റ്റൈലുണ്ടെങ്കിലും ഇതൊന്ന് മാച്ച് ഓഫ് ചെയ്യാം. നമ്മൾ ഫൈനൽ ഡ്രോയിങ്ങിലേക്ക് പോകുമ്പോൾ എല്ലാ ഡയമെൻഷൻസും ഇതുമായിട്ട് മാച്ച് ഓഫ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു, അതായത് ഈ ഒരു സൈസ്, അതിന്റെ സൈസ് 10-20 മനസ്സിലായി. അതായത് ഇങ്ങനെ 10-20 അങ്ങനത്തെ ഒരു ബ്ലോക്കാണ് നമുക്ക് എന്തിനു വേണ്ടത്, ആ സൈഡിൽ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് വേണ്ടത്. അത് സൈറ്റിലും സർവീസിലും എന്തിലൊക്കെയാണോ നമ്മൾ ചെയ്യുന്ന പ്ലാനുള്ളത് അതിൽ നമ്മളത് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ വേറെ തന്നെ നമ്മൾ ഇത് ചെയ്തിട്ട് വേണം അവിടെ ഇത് ചെയ്യുന്നത്. അതൊരു ഷീറ്റിലേക്ക് ആക്കിയാണ്. ഓക്കെ, ഇവിടെയുള്ള യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നത് നോക്കണേ, സെപ്റ്റി ടാങ്ക്, വേസ്റ്റ് ഡിസ്പോസൽ, ഓപ്പൺ വെല്ല്, സോളാർ, എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ അതിൽ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മളിവിടെ യൂട്ടിലിറ്റി ചെയ്തിട്ടുള്ളത്, അതായത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറുതാണ്. അതില് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് പ്രപ്പോസ്ഡ് സോക്ക് പിറ്റും അടുത്തത് ഒരു പ്രപ്പോസ്ഡ് പൈപ്പ് കമ്പോസ്റ്റുമാണ് ഉള്ളത്. അതിനുള്ള കാരണം നിലവിൽ ഞാൻ നേരത്തെ കൊടുത്തൊരു പ്ലാനായിരുന്നു. അപ്പൊ അതില് നിലവിലൊരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ചത് ഞാൻ ഒഴിവാക്കിയതാണ്. നിങ്ങൾക്ക് തന്ന ഡ്രോയിങ് ഒഴിവാക്കിയത് കൺഫ്യൂഷൻ വരാതില്ല. അപ്പൊ അതിന് എന്താ ഉള്ളത്, എക്സിസ്റ്റിംഗ് ലീച്ച് പിറ്റ് ആണ്. അപ്പൊ 100 m² താഴെ ആയതുകൊണ്ട് അത് ധാരാളം, അത് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ എക്സിസ്റ്റിംഗ് തന്നെയാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചത്. അത് ഇതിൽ വന്നു എന്നുള്ളതുകൊണ്ട് എക്സിസ്റ്റിംഗ് തന്നെ ആയതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ വേറെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡൗട്ട്, അതായത് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിത് ഇപ്പം സോക്ക് പിറ്റ് ആണ് ഈ കാണുന്നത്, അതിന് പകരം ഇത് നമ്മളൊരു വെല്ലായിട്ട് വെല്ല് എടുത്തോടെ നിങ്ങൾ എടുത്താൽ മതി, മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെല്ലിന്റെ മാച്ച് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണേ ചെയ്തു പോയിക്കോളൂ, എന്നിട്ട് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പിന്നെയും വരാം. ഇതാ ഇവിടെ വെല്ല് കിടക്കുന്നുണ്ടല്ലോ, ഓപ്പൺ വെല്ല് കണ്ടോ, വെല്ലിന് പ്രത്യേകം തന്നെ ഒരു ലെയറാണ്. അപ്പൊ ആ ലെയറിൽ വരിക, ഡ്രോപ്പ് ചെയ്യാം, എടുത്തിട്ട് എന്നിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. എന്താ ചെയ്യേണ്ടത്, ഇതിലിപ്പോ രണ്ട്, അതായത് ഒരു ഷീറ്റ്, ആ ഷീറ്റിൽ രണ്ട് ഇത് കിടക്കുന്നത്, ഇത് വെല്ലും ഇത് ഒരു സെപ്റ്റി ടാങ്ക് ആണെന്ന് വിചാരിച്ചു, രണ്ട് ഇത് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ മാത്രം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കാണുന്നത് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യാം, കണ്ടോ. അപ്പൊ എന്തായി, വെല്ലായി, റെഡിയല്ലേ. ഇനി അടുത്തത് ഇതെന്താണ്, സെപ്റ്റി ടാങ്ക്. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി. ഇത് സെപ്റ്റി ടാങ്ക് ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, അത് നമുക്ക് ഇതിൽ കാണിക്കണം, ഷീറ്റിൽ കാണിക്കണം. എന്ത് ചെയ്യണം, ഇവിടെ വരിക, ലെയറിൽ വരിക, ലെയർ മാട്രിക്സിൽ വരിക, സെപ്റ്റി ടാങ്കിനുള്ളത് ഇവിടെ എവിടെയോ, അതാ സെപ്റ്റി ടാങ്ക് കണ്ടോ, എടുത്തു. അവിടെ പോയിട്ട് എങ്ങനെ ക്ലിക്ക് ചെയ്യണം, രണ്ടെണ്ണം ക്ലിക്ക് ചെയ്യും, റെഡിയല്ലേ. ഇനി ഈ ഷീറ്റിൽ തന്നെ രണ്ടെണ്ണം കൂടി ഉണ്ടെന്ന് വെച്ചോ, വേറെ സെപ്റ്റി ടാങ്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ സോക്ക് പിറ്റ് ആവാം. പിന്നെ വേറെ റെയിൻ വാട്ടർ അത് ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ഒരു റെയിൻ വാട്ടറിൽ ഇവിടെ ഇതുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ലെയർ മാട്രിക്സിൽ വന്നു, എന്ത് ചെയ്യും, റെയിൻ വാട്ടർ എടുക്കും, എന്ത് ചെയ്യും, അതിനെ ക്ലിക്ക് ചെയ്ത് അത് ഓക്കെ ആയിരിക്കും. അടുത്തത് താഴെയുള്ളത് വേറെ എന്തോ ആയിക്കോട്ടെ, ലെയർ മാട്രിക്സിൽ എന്താണോ മാച്ച് ആയിട്ടുള്ളത് അത് എടുത്തിട്ട് ഇപ്പൊ ഇത് വേറെ ചെയ്തു, ഇത് വേറെ ചെയ്തു, അല്ലെ, റെഡി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സാധനങ്ങളൊക്കെ കാണണം, പക്ഷെ നമുക്ക് അത് മാത്രം പോരല്ലോ. ആ ഷീറ്റ് മൊത്തം എന്തിൽ വരണം, യൂട്ടിലിറ്റീസിൽ വരണം. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അതിലേക്ക്
അല്ല നമ്മളെ ഡ്രോയിങ്ങിൽ ഇതിപ്പോ നമ്മൾ ചെയ്തത് വെല്ലായിട്ടാണ് അല്ലെ, ഇത് ചെയ്തത് സെപ്റ്റി ടാങ്ക് ആയിട്ടാണ്. സെപ്റ്റി ടാങ്ക് ആവാം, വെല്ലാവാം, ഏതെങ്കിലും ഒരു ലെയർ എടുത്തിട്ട് രണ്ടാമത് ഒരുമിച്ച് അങ്ങ് സെലക്ട് ചെയ്യുക. പകരം ഇവിടെ സെലക്ട് ആവാതെ കിടക്കുന്നത് ഏതൊക്കെയാണോ അതാണ് സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ആ പറഞ്ഞ അതില് നമ്മൾ സെലക്ട് ചെയ്ത ഏതിലെങ്കിലും ഒന്നില് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ എടുക്കരുത്, അത് മാത്രം ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി? ആർക്കും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ പറയണേ. പറഞ്ഞുതരാം. അതായത് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നതിന്റെ ഒരൊറ്റ ഷീറ്റ്, ആ ഒരു ഷീറ്റിൽ നമ്മളിപ്പോ രണ്ട് സംവിധാനങ്ങൾ, അത് ഇനി എത്രയായാലും ആ സംവിധാനത്തിനനുസരിച്ചിട്ട് ലെയർ മാട്രിക്സിൽ സാധനങ്ങൾ ഉണ്ടാവും. റെഡിയല്ലേ? നമ്മളിവിടെ എന്ത് ചെയ്തു, ഇതിനെ ഇത് വെല്ലാണ്. അപ്പൊ ആ വെല്ല് എന്നുള്ളത് ഇതിലുണ്ട്, ലെയർ മാട്രിക്സിലുണ്ട്, ഓപ്പൺ വെൽ എന്നുള്ളത്. അതിന്റെ ലെയർ മാച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇതിനെ മാത്രം സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായി, സിസ്റ്റം അത് കാണിച്ചു തരും, ഇന്നതാണെന്നുള്ളത്. അടുത്തത് എന്താ, ഇത് സെപ്റ്റി ടാങ്ക് ആണ്. അപ്പൊ ആ സെപ്റ്റി ടാങ്കിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ലെയറിൽ പോയിട്ട് മാച്ച് ഡ്രോപ്പ് ചെയ്ത് ഇതും മാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടു. അപ്പൊ ഇത് രണ്ടും ഓക്കെയാണ്. അപ്പം നമുക്ക് അത് മാത്രം പോരാ, ആ ഷീറ്റ് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ആ ഷീറ്റ് കാണിച്ചു കൊടുക്കാൻ എന്താ അതിന്റെ കറക്റ്റുള്ള മെത്തേഡ്, യൂട്ടിലിറ്റീസിലെ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്തു, ഈ ഷീറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിലെ ഏതെങ്കിലും ഒരു ലെയർ ഏതും ആവും. ഇനി ഇപ്പുറത്ത് ഇപ്പൊ ഞാൻ പറയാം വേറെ എന്തെങ്കിലും ഇതേപോലെ സോഫ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ഉണ്ടെന്ന് വിചാരിക്കാം, അതിവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ലെയർ ആവാം. ആ ഏതെങ്കിലും ഒരു ലെയർ എടുത്തിട്ട് ഇപ്പം ക്ലിക്ക് ചെയ്തത് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ഇതിന്റെ ബൗണ്ടറി അടക്കമുള്ള ഭാഗങ്ങൾ വിത്ത് അതിന്റെ എന്ത് ഹെഡിങ്, ഒരു ഹെഡിങ് ഉണ്ടാവും, അതും കൂടി എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തു. പക്ഷെ ഒരുമിച്ച് എടുക്കരുത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായി, ആ ഷീറ്റ് സെറ്റ് മുഴുവൻ നമുക്ക് പ്രിന്റിൽ വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന്, ഈ ഒരു സാധനം ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും ഒരേ ആയിട്ടാണ്. വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന സാധനമാണ് ഇത് രണ്ടും, മനസ്സിലായി? അപ്പൊ ആ ഒരു ലെയർ എടുത്തിട്ട് നമ്മൾ മൊത്തം അങ്ങ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റ് ഡിസ്പോസൽ അത് ആ സംവിധാനത്തിൽ അങ്ങനെ ആയിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെ? റെഡിയല്ലേ? റെഡിയല്ലേ? ഈ ചെയ്യുന്നത് റെഡിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്തു അല്ലെ? ഇപ്പൊ 3 ഷീറ്റ് നമ്മൾ ഓക്കെ ആക്കി ചെയ്തില്ലേ? ഇത് ഒക്കെ സെലക്ഷൻ ആണോ നോക്കാൻ നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ഇത് സെലക്ഷൻ എടുത്താൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്തായി, ഈ 3 ഷീറ്റിലും എന്തില്ല, 0 ലെയർ. ബാക്കിയുള്ളത് എന്തായാലുള്ളത് സിസ്റ്റത്തിന് പരിചയമുള്ള സൈറ്റാണ്, സർവീസാണ്, വേസ്റ്റ് ആണ് എന്ന് കാണിക്കാവുന്ന എല്ലാ ലെയറുകളും ചെയ്തു. ഓക്കെ, ഇതുവരെയുള്ള ഓക്കെ.